ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫാം വർക്കർ പോസ്റ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഡി, മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ഉത്തരം ബി, ആനന്ദമഠമാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിച്ചത്? ഉത്തരം സി, ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത്? ഉത്തരം ബംഗാളാണ്. ഓപ്ഷൻ എ, ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക? ആമുഖം ജവഹർലാൽ നെഹ്റു, അത് ശരിയാണ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, അത് ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, അത് ശരിയാണ്. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ, അത് തെറ്റാണ്. ഓപ്ഷൻ ഡി തെറ്റാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക? ദൃഢവും അയവുമുള്ളതുമായ ഭരണഘടന, അത് ശരിയാണ്. ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ, അത് ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, അത് തെറ്റാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ, അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ളത്. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഉത്തരം ബി, പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതുണ്ട്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുണ്ട്. സൗജന്യ നിയമ സഹായം, അത് മൗലികാവകാശമല്ല. ലഹരി വസ്തുക്കളുടെ നിരോധനം, അതും മൗലികാവകാശമല്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 1, 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം എ, പ്ലേറ്റോ ആണ്. അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.